വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാകും ഞങ്ങളെ ഇൻവേഷൻസ് ആൻഡ് റെസിസ്റ്റൻസ്, അധിനിവേശവും ചെറുത്തുനിൽപ്പും. അതിൻ്റെ 5 പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. 5 കയറി കണ്ട് കമൻ്റ് ഇടുന്നവരുണ്ട് കുഞ്ഞുങ്ങളെ. കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ കണ്ടോ കണ്ടില്ലയോ എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ കയറി കണ്ടിട്ട് കമൻറ്റ് പറയുന്നത് അത് കാണുന്നത് തന്നെ ഒരു ആശ്വാസമാവും കുഞ്ഞുങ്ങളെ കേട്ടോ. ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടല്ലോ, കുറേ പേരുണ്ട് അതിൻ്റെ കമൻറ്റ് ഓരോന്ന് കണ്ടിട്ടും കമൻ്റ് ഇടുന്ന ഓരോരുത്തരെ അറിയാം കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ പുതിയതായിട്ടാണ് ഈ ലിങ്ക് കാണുന്നതെങ്കിൽ നമ്മളെ ക്ലാസ് 5ൻ്റെയും 7ൻ്റെയും കഴിഞ്ഞ വർഷം പുതിയ ടെസ്റ്റ് അല്ലായിരുന്നോ, അതിൻ്റെ എല്ലാ ലിങ്ക് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. മാത്സും സോഷ്യലും സയൻസും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യമാണെന്നൊക്കെ പറയുന്ന എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ എല്ലാം ഞാൻ ആ ലിങ്കുകളൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങളതൊന്ന് നോക്കണേ. ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കട്ടെ കുഞ്ഞുങ്ങളെ. അതെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ വർഷം പുതിയ ടെസ്റ്റ് ആയതുകൊണ്ടാണ് 6ഉം 8ഉം ഇടുന്നത്. 9ഉം 10ഉം ഒക്കെ എല്ലാം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്നോട് ഓരോരുത്തർ ചോദിക്കും കുഞ്ഞുങ്ങളെ ഇന്ന പാർട്ട് ഇന്നത് ഡൗട്ട് ഉണ്ട് ഒന്ന് ഇട്ടേക്കാമോ എന്ന് പറയുന്നവർക്കൊക്കെ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞ് എത്രത്തോളം സിമ്പിളാക്കാവോ അത്രത്തോളം സിമ്പിളാക്കി ഒക്കെ മാത്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറി കാണുന്നവർക്ക് ഒരുപാട് നന്ദി. ആദ്യം അതങ്ങ് പറയാം കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോൾ പഠിക്കുന്നത് സോഷ്യൽ സയൻസിൻ്റെ 6ാമത്തെ പാർട്ടാണ് കേട്ടോ. കാരണം ഇതൊരു വലിയ ചാപ്റ്ററാണ്. എൻ്റെ കുറ്റമല്ല കുഞ്ഞുങ്ങളെ, ഇതൊരു വലിയ ചാപ്റ്ററാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലോട്ട് വന്ന പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ആരാ കുഞ്ഞുങ്ങളെ ഡച്ചുകാർ വന്നു, പിന്നെ ഫ്രഞ്ചുകാർ വന്നു അല്ലേ. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്ന് പിന്നെ അവർ വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുറേ കലാപങ്ങളെക്കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ. പിന്നെ സന്യാസിമാരും നമ്മുടെ കലാപങ്ങളിൽ സന്യാസിമാരും ഏർപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ് അല്ലേ. പിന്നെ നമ്മൾ സാന്താൾമാരെ കുറിച്ച് പഠിച്ചു. ഇതെല്ലാം നമ്മുടെ 1, 2, 3, 4, 5 പാർട്ടിൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പുതിയത് പറഞ്ഞാൽ ഇന്ന് ഞാൻ കുറച്ച് വായിച്ചിട്ട് കുറച്ച് നോട്ട് പറയാം നിങ്ങൾ. കാരണം വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസറോടെ തരുമ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് സമയം അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് വായിച്ചിട്ട് കുറച്ച് നോട്ട് നമുക്കിന്ന് വായിച്ചിതങ്ങ് തീർക്കാം. അല്ലെങ്കിൽ പിന്നെയും പാർട്ടായിട്ട് അങ്ങ് പോകും. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ വായിക്കാതെ നോട്ട് തന്നാലേ കമൻറ്റ് വരും വായിച്ചിട്ട് പറയണേ കേട്ടോ. അതുകൊണ്ടാവും നിങ്ങളെ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഉൽഗുലാൻ കേട്ടോ. ഉൽഗുലാൻ കേട്ടിട്ടുണ്ടോ അങ്ങനെ പേര്? നോക്കണേ കുഞ്ഞുങ്ങളെ. ഉൽഗുലാൻ. ആയിക്കൊള്ളാത്തല്ലേ. സാന്താൾ കലാപം പോലെ നമ്മൾ സാന്താൾ കലാപത്തെക്കുറിച്ച് പഠിച്ചായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല പ്രദേശത്തും ഗോത്ര ജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്ര കലാപമാണ് ഈ ഉൽഗുലാൻ എന്ന് പറയുന്നത്. ഇത് മുണ്ടാ കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഈ ഉൽഗുലാൻ എന്നൊന്നും ആരും പറയത്തില്ല കുഞ്ഞുങ്ങളെ. മുണ്ടാ കലാപമാണ് കേട്ടോ. ആ പേര് നല്ലപോലെ അറിയണേ. മുണ്ടാ കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഈ ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ ഈ മുണ്ടാ കലാപം എന്നാൽ കൂടുതലും അത് കണ്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ആ പേര് അങ്ങ് ഓർത്ത് വെച്ചേക്കണം. ടെസ്റ്റ് വായിക്കുമ്പോൾ കേട്ടിരിക്കണേ കുഞ്ഞുങ്ങളെ. ഇതിൽ തന്നെ 1 വേർഡിൻ്റെ ഒത്തിരിയും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. മുണ്ടാ കലാപത്തിൻ്റെ വേറൊരു പേരാണ് ഉൽഗുലാൻ അല്ലേ. ഉൽഗുലാനെ വേറൊരു പേരാണ് മുണ്ടാ കലാപം. ഇതിൻ്റെ അർത്ഥം എന്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ്. ഈ വായിക്കുമ്പോൾ തന്നെ കേട്ട് പഠിച്ചങ്ങ് പോകും. പിന്നെ ഇനി അതിനായിട്ട് സമയം ചിലവാക്കണ്ടല്ലോ അല്ലേ. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ടാ ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. മുണ്ടാ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഒരു മാർക്കിൻ്റെ ചോദ്യമാ. ആരാ കുഞ്ഞുങ്ങളെ? മുണ്ടാ കലാപത്തിന്. ഉൽഗുലാന്റെ വേറൊരു പേരാണ് മുണ്ടാ കലാപം. ഈ മുണ്ടാ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആൾ ആരാണ്? ബിർസ മുണ്ട. കണ്ട പുള്ളിക്കാരൻ്റെ പടം നാണ്ടി ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആരാണ് ഈ ബിർസ മുണ്ട എന്നൊക്കെ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വായിച്ചാൽ അറിയത്തില്ലെങ്കിൽ കേട്ടിരുന്നോടെ കുഞ്ഞുങ്ങളെ. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനം ആയിട്ട് 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് നമ്മുടെ ബിർസ മുണ്ട. എന്താ കുഞ്ഞുങ്ങളെ? ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ എങ്ങാണോ ആരുടെയും ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഛായാചിത്രം എന്ന് വെച്ചാൽ ഈ പടം ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട.
പിന്നെയോ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ സുറാനി, ആ പേര് നോക്കണേ നിങ്ങളെ, ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി. ഗാന്ധി സേ പഹലെ ഗാന്ധി. അതുപോലെ തന്നെ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ആരണ്യർ അധികാർ കേട്ടോ. ഇതൊക്കെ വൺ വേർഡിന് ഈ രണ്ടെണ്ണമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പം നോക്കിയേ, ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. മുണ്ട കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് നോക്കൂ. ഞാൻ ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണം, ഭൂമി പിടിച്ചെടുക്കലും, പണമിടപാടുകാരുടെ വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഒന്നുകൂടെ പറയാം. ഇനി അതുപോലെ തന്നെയാണ് അതിൻ്റെ തൊട്ട് താഴത്തെ പാരഗ്രാഫും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതായത് 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായിട്ടും അടിച്ചമർത്തി. അത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ വിശദമായിട്ട് അന്നേരം പറയാം. അതിൻ്റെ തൊട്ട് താഴത്തേതും ഉണ്ട്. അപ്പം നോക്കിയാൽ പോരാട്ടത്തിൻ്റെ ഗർജനം, കാരണം അറിയാം നമ്മളൊക്കെ, ബാക്കിയുള്ളത് നമുക്കങ്ങ് വായിക്കാം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരുടെ, നോക്കണേ കുഞ്ഞുങ്ങളെ, ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളീഗർമാരെയും ഇത് ബാധിച്ചു. നോക്കണേ, ബ്രിട്ടീഷുകാരെ പോരാടുന്ന അവരുടെ ഓരോ നയങ്ങളും ആരെ വരെ ബാധിച്ചു? സൈനിക തലവന്മാരായ പോളീഗർമാരെ. ആരാണ് ഈ പോളീഗർ? പാളയം അഥവാ സൈനിക താവളം എന്നാണ് ഈ പോളീഗർ എന്താണ് പോളീഗർ, പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളീഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. എന്താ നിങ്ങളെ പോളീഗർ, ആ വാക്കൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. പാളയം അഥവാ സൈനിക താവളം എന്നാണ് ഇതിൻ്റെ അർത്ഥം. പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളീഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളീഗർ ആയിരുന്ന, നോക്കണേ നിങ്ങളെ, അത് ക്വസ്റ്റ്യൻ ആൻസർ നോക്കണേ. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളീഗർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളീഗർമാരായിരുന്ന, ഓരോ സ്ഥലത്തെയും പോളീഗർമാരാരാ നോക്കണേ, മരുത് പാണ്ഡ്യ സഹോദരന്മാരും. തിരുനെൽവേലിയിലെ ആരാണ്? പോളീഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ശിവഗംഗയിലെ പോളീഗർ ആരായിരുന്നു? മരുത് പാണ്ഡ്യ സഹോദരന്മാർ. ഇവരെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു. അതുകൊണ്ട് പടം കൊടുത്തിട്ടുണ്ട് അവിടെ, നമ്മുടെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കാണാൻ വരുന്നുണ്ടോ നിങ്ങളെ? കണ്ടോ? ഇനി ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമായിരുന്നു നമ്മുടെ കട്ടബൊമ്മൻ ഉണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളീഗറുടെ ചുമതലയും ആയിരുന്നു. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളീഗറുടെ ചുമതലയായിരുന്നു. ഈ പോളീഗറുടെ ചുമതലയായിരുന്നു ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള നികുതി, അല്ലേ, ടാക്സ്. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളീഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയായിരുന്നു അവർ വീരമൃത്യു വരിച്ചത്. അവരെ കൊണ്ടാവുന്ന അത്രയും അവർ പോരാടിയിട്ടായിരുന്നു കുഞ്ഞുങ്ങളെ അവർ വീരമൃത്യു മരിച്ചത്. അപ്പോൾ ആ രണ്ട് സ്ഥലത്തെയും പോളീഗർമാരുടെ പേരൊന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ പാഠത്തിലെയാണ് ആറ്റിങ്ങൽ കലാപം. എന്താണ് ആറ്റിങ്ങൽ കലാപം? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു. ഈ ഓരോ കലാപങ്ങൾ റെബലിയൻ പഠിക്കുമ്പോഴും അത് ഏത് വർഷമായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, റഫായിട്ടൊന്ന് എഴുതി വെച്ചിരിക്കണം. 1721 നിങ്ങളെ ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഏർപ്പെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു.
ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് എല്ലാ വർഷവും നമ്മുടെ ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ ഇതിനെ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഈ സംഘത്തെ വർഗ, വർണ്ണ, ജാതി, മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. മാത്രവുമല്ല, അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധവും ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഡേറ്റ് നല്ലതുപോലെ അറിയണം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കൂ നിങ്ങൾ, ഒരു ബോക്സിനകത്തിൽ വെല്ലൂർ ഉണ്ടായിരുന്നോ, വെല്ലൂർ കലാപം എന്ന് പറഞ്ഞുണ്ടോ, വെല്ലൂർ കലാപ സ്മാരകം കണ്ടായിരുന്നു, ഒരു സ്മാരകമൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു. അത് രണ്ടും കൂടെ ഒന്ന് നോക്കിക്കേ. ഇവിടുത്തെ നടന്ന ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. സംഘടിത കലാപം. ഇവിടെ നോക്കിക്കേ, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. കണ്ടോ, രണ്ടും. ഇത് ആദ്യകാല സംഘടിത കലാപം, ഇതോ സൈനിക കലാപം. കേട്ടോ, ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി എന്നാണ് കേട്ടോ. അപ്പോൾ അത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. വെല്ലൂർ കലാപവും ആറ്റിങ്ങൽ കലാപവുമാണ് ഇതിനകത്തിൽ പറയുന്നത്. കിട്ടൂർ റാണി ചെന്നമ്മ, ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. കിട്ടൂർ റാണി ചെന്നമ്മ ഇവിടെ. അതുപോലെ സ്ത്രീ മുന്നേറ്റം. അടുത്തത്, ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. നിങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇതുവരെ സ്ത്രീകൾ ഇറങ്ങിയിട്ടില്ലായിരുന്നു അല്ലേ. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. അതൊക്കെ ഒരു മാർഗിൻ്റെ ചോദ്യമാണ്. മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്ന കിട്ടൂരിൻ്റെ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ പേജിനകത്തിൽ ഇവരെക്കുറിച്ചാണ് പറയുന്നത്. ഏതാ, സ്ത്രീ മുന്നേറ്റം എന്ന് പറയുന്ന ആ പാരഗ്രാഫിൽ അവരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെ ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ഈ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്ന, പേര് നോക്കണേ,
ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുടെ തടവിൽ കിടന്നപ്പോഴായിരുന്നു കഴിയവേ ആയിരുന്നു റാണി ചെന്നമ്മ മരണപ്പെട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളെ വിശകലനം ചെയ്തൊരു പട്ടിക പൂർത്തിയാക്കുക. അത് നമുക്ക് നോട്ടിൽ എഴുതാം. അടുത്ത, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കൊടുങ്കാറ്റ്. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ച് തുടങ്ങിയത്. കൻവർ സിംഗിൻ്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരികിയ കഠാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ആ വെടിയേറ്റ അത്രയും ഭാഗം അങ്ങ് വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവ ഭാഗം നദിയുടെ കയത്തിലേക്ക് വീശി എറിഞ്ഞത്. കൻവർ സിംഗിൻ്റെ പടം നാണ്ട കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഇദ്ദേഹം എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ അല്ലേ? കൻവറും സംഘവും അത് നോക്കണമില്ലേ? കൻവറും ആ പടം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങിത്തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്നും ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ച് തുടങ്ങിയത്. കൻവർ സിംഗിൻ്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ ഒന്നും മടിച്ചില്ല. ആ സാഹസികന് അരകിൽ തിരികിയ കഠാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടി കളഞ്ഞു. ഗംഗാമാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത്. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിൻ്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. എന്തിനായിരിക്കാം കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? അതൊരു ചോദ്യമാണ്. എന്തിനായിരിക്കാം കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അത്തരം പോരാട്ടങ്ങളെയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാര്, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കർ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കാം? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധനവും. കേട്ടോ, ഈ 2 എണ്ണം നിങ്ങളെ ബ്രിട്ടീഷുകാർ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആട്ടോ, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് സൈനിക സഹായ വ്യവസ്ഥ. എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിന് കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരൊറ്റ വരി എഴുതണം കേട്ടോ, ഇത്രയും മതി. ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടി വന്നു. നോക്കണേ നിങ്ങളെ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിന് കൂടുതൽ അതിശക്തം ഉറപ്പുവരുത്താൻ നമ്മുടെ ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായിട്ട് സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ അവരുടെ പാലിക്കേണ്ടി വന്നു. എന്തെല്ലാമാണ്? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം.
പിന്നോ കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും സഖ്യത്തിലേർപ്പെടുന്ന രാജാവ് തന്നെ വഹിക്കണം. പിന്നെ കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിലേർപ്പെടാൻ പാടില്ല. ഓരോ നോക്കണമെങ്കിൽ 3 വേറെയുണ്ട്. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായിട്ട് ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. പിന്നെയോ സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. ഇതായിരുന്നു അവരുടെ കണ്ടീഷൻ. എന്നാൽ ദത്തവകാശ നിരോധന നിയമം നോക്കിയേ. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശിയായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്നും ഒരാൺകുട്ടിയെ അവകാശിയായിട്ട് ദത്തെടുക്കുന്ന സമ്പ്രദായമാണ് നിലവിലുണ്ടായിരുന്നത്. എന്താണിത്? ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരവും. ദത്തവകാശ നിരോധന നിയമം. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളായിട്ട് ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്നും ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായിട്ട് എടുക്കുന്ന ആ സമ്പ്രദായത്തിനാവും നിങ്ങളെ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം അങ്ങില്ലാതെയായി. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാവും. എല്ലാം ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് അല്ലേ. അങ്ങനെ ആൺമക്കൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ രാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകുന്നു അല്ലേ. ഈ 2 നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അടുത്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിന് മറ്റൊരു കാരണം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു ഇവർ നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരുതരം ഗ്രീസായിരുന്നു എന്ന പ്രചാരണം സൈനികർക്കിടയിലുണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായിട്ട് പ്രതിഷേധിച്ച് ബെരക്പൂറിലെ ബെരക്പൂറിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തന്നെ തൂക്കിലേറ്റി. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപങ്ങൾ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നു. വളരെ പേരെ പീരങ്കി ഉണ്ടാക്കി ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അവധിയിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേരും സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. കൻവർ സിംഗിൻ്റെ കഥ നിങ്ങൾ വായിച്ചല്ലോ. അതുപോലെ ധാരാളം ദേശസ്നേഹികൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. അവരിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ കുറേ പടം കൊടുത്തിട്ടുണ്ട്. താന്തിയ തോപ്പി, നാനാ സാഹിബ്, ബീഗം ഹസ്രത്ത് മഹൽ, കണ്ടോ? ഇവരുടെയൊക്കെ പടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, കലാപം നടന്ന സ്ഥലം
ഡൽഹിയിൽ. കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ഇവിടെ നോക്കണേ നിങ്ങളെ, ഡൽഹിയിൽ കലാപം നടന്നപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനുമുണ്ട്, ജനറൽ ഫത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട്, ഫത്ത് കേട്ടോ. സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റാങ്കൂണിലേക്ക് നാടുകടത്തി കേട്ടോ. ഇനി കലാപം ഝാൻസി എന്ന് പറയുന്ന സ്ഥലമാണ് നടന്ന സ്ഥലം. അവിടെ ആരായിരുന്നു? റാണി ലക്ഷ്മി ഭായി ആയിരുന്നു അവിടുത്തെ സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഝാൻസിയിലെ ഭരണാധികാരി. ഇനി കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബും താന്തിയ തോപ്പിയാണ്. ഇതൊക്കെ നല്ലപോലെ ഒന്ന് അറിയണേ നിങ്ങളെ കേട്ടോ. പിന്നോ മറാത്ത ഭരണാധികാരി നാനാ സാഹിബിന്റെ സൈനിക തലവൻ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു. താന്തിയ തോപ്പിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ 2 പോയിന്റ് എഴുതിയാൽ തന്നെ മതി. നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു, ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ച ആളായിരുന്നു താന്തിയ തോപ്പി. ഇനി ലക്നൌവിൽ നടന്നതോ? ബീഗം ഹസ്രത്ത് മഹൽ. അതിന് ഇവിടെ പടം കൊടുത്തായിരുന്നല്ലോ, ബീഗം ഹസ്രത്ത് മഹൽ അവധിയിലെ ഭരണാധികാരിയായിരുന്നു. ബീഹാറിലെ ആര എന്ന് പറയുന്ന സ്ഥലത്ത് കൻവർ സിംഗ് ആയിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ കൈ മുറിച്ച് കളഞ്ഞ, ഇപ്പോൾ വായിച്ചല്ലോ. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു അദ്ദേഹം കേട്ടോ. അപ്പോൾ ഈ ബോക്സിൽ എത്രയൊന്ന് പഠിക്കണം നിങ്ങളെ. അപ്പം ഇനി ഇത് ഇത്രയേ ഉള്ളൂ ഈ ടെസ്റ്റിനകത്തിൽ വായിക്കാൻ. ഇനി ഞാൻ അതിൻ്റെ കുറച്ച് നോട്ട്, കാരണം അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയിപ്പോകും കുഞ്ഞുങ്ങളെ. ഇവിടെ ഉൽഗുലാൻ കലാപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഞാൻ ഒരു കമൻറ്റ് കണ്ടു, എന്തോ കാണാൻ പറ്റുന്നില്ല എന്നൊരു കമൻറ്റ് കണ്ടു. എന്താ നിങ്ങൾ പേന കൊണ്ട് എഴുതിയിട്ട് കാണാൻ പറ്റുന്നില്ലേ? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റിൽ 1-ാമത്തെ കൊടുത്തിട്ടുണ്ട്. എന്താണ് മുണ്ട റെബലിയൻ കേട്ടോ. ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് അല്ലേ? ഗ്രേറ്റ് അബ്രോർ അല്ലേ? അത് കൊടുത്തിട്ടില്ലേ? ഗ്രേറ്റ് അപ്പ് റോർ, ROAR ഓർ ഗ്രേറ്റ് അപ്പ് ഹിവൽ കേട്ടോ. അപ്പ് ഹിവൽ, HEAVAL, അപ്പ് ഹിവൽ കേട്ടോ. ആ 2 പോയിന്റ് എഴുതിയെടുക്കണേ. അതുപോലെ തന്നെ നോക്കിക്കേ, ഉൽഗുലാൻ കലാപത്തിന്റെ കാരണങ്ങൾ എന്തല്ല, അത് ഞാൻ വായിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. ഉൽഗുലാൻ കലാപത്തിന്റെ കാരണങ്ങൾ, ഉൽഗുലാന്റെ വേറൊരു പരമാണ് ഈ മുണ്ട കേട്ടോ. മുണ്ട നോക്കിക്കേ, ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻസ് ആൻഡ് ലാൻഡ് ഗ്രാബിങ്. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലുമായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. എന്താവും നിങ്ങളെ? ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ ചൂഷണം ചെയ്യുക, ലാൻഡ് ഗ്രാബിംഗ് എന്ന് വെച്ചാൽ ഇവിടെ പിടിച്ചെടുക്കുക, ഭൂമി പിടിച്ചെടുക്കുക. രണ്ടാമത്തെയോ ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ചൂഷണമാകും നിങ്ങളെ. ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് മെർച്ചൻ്റ്, വ്യാപാരികളിൽ നിന്നും അതുപോലെ തന്നെ പണമിടപാടുകാരിൽ നിന്നും ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണം ചെയ്യുക. 2 പോയിന്റേ ഉള്ളൂ ഉൽഗുലാൻ കലാപത്തിന്റെ കാരണങ്ങൾ. വാട്ട് വെയർ ദ റീസൺസ് ഫോർ ദ ഉൽഗുലാൻ കേട്ടോ. നമ്മൾ 54 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ള കേട്ടോ. പ്രധാനപ്പെട്ട നോക്കിയാണ് നമ്മൾ എഴുതുന്നത് 54 എണ്ണം. ഇനി 55-ാമത്തെ നോക്കൂ നിങ്ങളെ. ഹു വാസ് ദ ലീഡർ ഓഫ് മുണ്ട റെബലിയൻ അല്ലേ? മുണ്ട കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ബിർസ മുണ്ട അല്ലേ? ബിർസ മുണ്ടയെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചതാ. പിന്നെ വാട്ട് വാസ് ദ എഫക്റ്റ് മുണ്ട റെബലിയൻ, മുണ്ട കലാപത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തെല്ലാം? അത് ഞാൻ ചെറുതായിട്ട് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെസ്റ്റിൽ അത് ഉണ്ട് കുഞ്ഞുങ്ങളെ. അപ്പം അത് ഇംഗ്ലീഷും മലയാളക്കാരുമല്ല, എങ്കിൽ പിന്നെ എന്തിനാ തരുന്നതെന്നൊരു ചോദ്യം വരികയില്ലോ. അപ്പം അത് ഉണ്ടെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വായിച്ചുതരാം. ഇൻ 1899 ദ മുണ്ട ട്രൈബ്സ് സ്റ്റാർട്ടഡ് അറ്റ് ആംഡ് റെബലിയൻ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. 1898 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സായുധ കലാപം ആരംഭിച്ചു. ആംഡ് റെബലിയൻ കേട്ടോ. ആംഡ് റെബലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു കലാപം ആരംഭിച്ചു. There were clashes with the British police at many places. ബ്രിട്ടീഷ് പോലീസുമായിട്ട് പല സ്ഥലത്തും ഇവരെ ഏറ്റുമുട്ടലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഉണ്ടായി. മെനി മുണ്ട ട്രൈബ്സ്മെൻ വേർ കിൽഡ് ഇൻ ദ ഫയറിംഗ് ഇൻ റാഞ്ചിയിൽ നടന്ന വെടിവയ്പ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു അല്ലേ? ഇതിൽ ബിർസ മുണ്ട വാസ് ഇംപ്രിസൺഡ് ആൻഡ് ഡൈഡ് ദെയർ. ഒട്ടേറെ പേര് മരിച്ചതിലും ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് ഇംപ്രിസൺഡ്, പ്രിസൺ എന്ന് വെച്ചാൽ ജയിലാവും നിങ്ങളെ, ഇംപ്രിസൺഡ് ആൻഡ് ഡൈഡ് ദെയർ
ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നു. ദ മുണ്ട റെബലിയൻ വാസ് ബ്രൂട്ടലി സപ്രസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ഇത് മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായിട്ടങ്ങ് അടിച്ചമർത്തി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഫസ്റ്റ് പാരഗ്രാഫാണ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇത് ഞാൻ കുഞ്ഞതായിട്ട് എഴുതിയത്, കാരണം ടെസ്റ്റിൽ ഇതുണ്ട്, അതുകൊണ്ട് അതിൻ്റെ മലയാളം കണ്ടോ ഒന്ന് അറിഞ്ഞിരിക്കണേ കേട്ടോ. മുണ്ട കലാപത്തിൻ്റെ അനന്തരഫലങ്ങൾ. ഇനി 57ാമത്തെ ചോദ്യം, ലിസ്റ്റ് ദ ട്രൈബൽ റെബലിയൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ഇന്ത്യ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങളെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. ഇന്ത്യയിലെ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ട്രൈബൽ റെബലിയൻ ഏതൊക്കെയാണ്? ട്രൈബൽ നമ്മൾ സാന്താലൊക്കെ പഠിച്ചതും അതിൽ വരുന്നത് കേട്ടോ, സന്താൽ റെബലിയൻ ഒക്കെ കേട്ടോ. പിന്നെ നോക്കിയേ, കുറിച്യ റെബലിയൻ, മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. പിന്നെ പഹാരിയ റെബലിയന്, കോൾ KOL കോൾ റെബലിയന്, പിന്നെ ഭീൽ കലാപം റെബലിയൻ, ഖാസി നാട്ടോ, ഷി അല്ല സി, ഖാസി കലാപം, കുറിച്യർ കലാപം, പഹാരിയ, കോള്, ഭീല്, ഖാസി. 5 പേരൊന്ന് ഓർത്ത് വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങൾ ഏതെല്ലാമാണ് കേട്ടോ. ട്രൈബൽ റെബലിയൻ ഏതൊക്കെയാണെന്ന് ഒരു 5 പേര് പഠിച്ചു വെച്ചേക്കണം. 58ാമത്തെ നമ്മൾ ബിർസ മുണ്ടയെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം നവംബർ 15-നാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നോക്കുന്നത്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഏതാണ്? ഗാന്ധി സേ പഹലെ ഗാന്ധി. ആരാ എഴുതിയത്? ഇക്ബാൽ ദുറാനി. ചോദിക്കുക കുഞ്ഞുങ്ങളെ, ഒരു മാർഗിനൊക്കെ അത് നല്ല ഇക്ബാൽ ദുറാനിയാണ് എഴുതിയത് കേട്ടോ. അതുപോലെ തന്നെ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് രചിച്ച ഒരു കൃതിയാണ് ആരാ? മഹാശ്വേതാ ദേവി രചിച്ച ഒരു കൃതിയാണ് ആരണ്യർ അധികാർ. എൻ്റെ മലയാളം ഇതൊക്കെ തന്നെ, ഇംഗ്ലീഷും നോക്കണേ കുഞ്ഞുങ്ങളെ. ഇനി പോളിഗർ എന്ന് വെച്ചാൽ പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ചിലപ്പോൾ അതൊക്കെ ഒരു മാർക്കിന് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് എഴുതിയതാണ്. ഇനി ഞാൻ 2 കൂടി എഴുതിയിട്ടുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ? ആറ്റിങ്ങൽ കലാപവും വെല്ലൂർ കലാപവും ഒരു മാർക്കിന് ചോദിച്ചാൽ അത് വലിയ ക്വസ്റ്റ്യൻ ആൻസറാണ്. ഞാനത് കാരണം ഇത്രയും നോട്ട് എഴുതിയുള്ളൂ, അതുകൊണ്ട് ചുരുക്കി ഒരു മാർക്കിന് എഴുതിയ കുഞ്ഞുങ്ങളെ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമാണ് ഏതാ? ആറ്റിങ്ങൽ കലാപം. മറ്റേതോ സൈനിക കലാപമാണ് വെല്ലൂർ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സൈനിക കലാപമാണ് കുഞ്ഞുങ്ങളെ വെല്ലൂർ, സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ. അത് രണ്ടും ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു കേട്ടോ. അത് നല്ലപോലെ ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത്രയും ഇനി നോട്ട് ഇനിയും ഇതിൻ്റെ ബാക്കി വേണോ എന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ പറ കുഞ്ഞുങ്ങളെ. കാരണം എല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞു. നോട്ടാണെങ്കിൽ നമ്മൾ ഈ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ വരെ പോയിന്റ് എഴുതി. ഇനി അഥവാ ഇതിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഓൾറെഡി ഉണ്ട്. നോക്കിയേ, ഇവിടെ തന്നെ നോക്കിയേ, ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങളിലെ ചില വ്യവസ്ഥകൾ എന്തെല്ലാം, എല്ലാം ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. അഥവാ നിങ്ങൾക്കത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ഇതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് പഠിക്കണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറ കുഞ്ഞുങ്ങളെ, അതിൻ്റെ ബാക്കി ഇടാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ചാപ്റ്ററുമായി കാണാം കേട്ടോ. കമന്റ് ഇത് വേണം. അതുപോലെ ദത്താവകാശ നിരോധന അവർ 2 നിയമങ്ങൾ കൊണ്ടുവന്നു അല്ലേ? ഏതൊക്കെയാണ്? ഇവിടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഈ ബ്രിട്ടീഷ് നയങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ 2 നയങ്ങൾ കൊണ്ടുവന്നു. എന്താ? 1 സൈനിക സഹായ വ്യവസ്ഥയും, 2 ദത്താവകാശ നിരോധന നയവും. അതൊക്കെ വളരെ ഇദ്ദേഹമാണ് ഈ കൈ നദിയിൽ വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് പോയത്. നമ്മളൊക്കെ ആയിരുന്നെങ്കിലും അവിടെ നിന്ന് കരഞ്ഞ് ഊപ്പാട് വന്നിനില്ലേ, എന്നെ വെടിവെച്ച് ചെയ്ത് പറഞ്ഞ്. അപ്പോൾ ഇവിടെ ഇനി നോട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ മൊത്തം ഞാൻ വായിച്ചിട്ടുണ്ട്. ബാക്കി വേണമെങ്കിൽ ഒരു ലിങ്കും കൂടി ഇടാനുള്ള നോട്ട് നമുക്ക് ആ ലാസ്റ്റിലത്തെ ഉണ്ട്. വേണം എന്നുള്ള ഒരു കമൻറ്റ് ബോക്സിൽ പറ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ 5ൻ്റെയും 7ൻ്റെയും ഫുൾ നോട്ടുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ. നിങ്ങളൊന്ന് ബാക്ക് സ്ക്രോൾ ചെയ്ത് നോക്കണം. ചാനൽ എടുത്തിട്ട് മേപ്പോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കണം. കാരണം കഴിഞ്ഞ വർഷം ആദ്യമേ 1ാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ ഒരു വർഷത്തെ പഴക്കമുണ്ട് അല്ലേ, അല്ലെങ്കിൽ 10-11 മാസത്തെ. നിങ്ങളൊന്ന് ബാക്കിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ എല്ലാം ഇതുപോലെ തന്നെ അതും എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ താങ്ക് യു.